നരേന്ദ്രമോദിയാണ് അജിത് ഡോവലിനോട് പറയുന്നു തുമ്പയിൽ ചെന്ന് VSSC ആസ്ഥാനത്ത് ഒരു അന്വേഷണമൊക്കെ നടത്തുക. എന്തുകൊണ്ടാണ് ISROയുടെ വിക്ഷേപണ വാഹനമായ PSLV-C വിക്ഷേപണ സമയത്ത് തകർന്ന് തരിപ്പണമായി പോകുന്നതെന്നും. കാരണം പ്രതിരോധ വകുപ്പും അതോടൊപ്പം തന്നെ ഇന്ത്യയും സ്വപ്നം കണ്ട ഒരു ഉപകരണം ഉണ്ടായിരുന്നു അന്വേഷ. ഈ അന്വേഷ എന്ന് പറയുന്നത് ക്യാമറ അത്രയും ഫോക്കസ് ആയിട്ടുള്ള ഒരു ക്യാമറ കണ്ണാണ്. അതായത് ഈ എവിടെയൊക്കെ ചാരന്മാർ ഒളിച്ചിരുന്നാലും അല്ലെങ്കിൽ രാജ്യദ്രോഹികൾ ഒളിച്ചിരുന്നാലും അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന അത്രയേറെ വേണ്ടപ്പെട്ട ഒരു ഉപകരണമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്രയേറെ ആവശ്യമുള്ള ഒരു ഉപകരണമായിരുന്നു. അതാണ് ഈ തകർന്നു പോയത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു അന്വേഷണം പഠിക്കാനാണ് നരേന്ദ്രമോദി അജിത് ഡോവലിനെ തിരുവനന്തപുരത്തേക്ക് വിട്ടത്. അങ്ങനെ ആ അന്വേഷണമെല്ലാം നടന്നതിന് ശേഷമാണ് അജിത് ഡോവൽ ഒരു റിപ്പോർട്ട് നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു അട്ടിമറി സംശയിക്കുന്നുണ്ടെന്ന് ഡോവൽ പറഞ്ഞു. തുടർന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ അതിനെപ്പറ്റി പഠിക്കാനും ഒരു അന്വേഷണം നടത്താനും ഒരു സമിതിയെ തന്നെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതായത് PSLV-C 62 ദൗത്യത്തിന്റെ പരാജയം പഠിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് പുതിയ സമിതിയെ നിയമിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ മുൻ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫസർ K വിജയരാഘവൻ അധ്യക്ഷനും മുൻ ISRO ചെയർമാൻ S സോമനാഥ് ഉപാധ്യക്ഷനുമായുള്ള ഒരു സമിതിയെയാണ് PSLV-C 62ന്റെ പരാജയം പഠിക്കാനായിട്ട് മോദി നിയമിച്ചത്. PSLV-C 82ന്റെ പരാജയം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന് ഏൽപ്പിച്ച മുറിവ് നിസാരമല്ല. ഇന്ത്യൻ പ്രതിരോധത്തിന്റെ കുന്തമുനയായി മാറുമായിരുന്ന അന്വേഷ എന്ന ഉപഗ്രഹത്തെ ഭീകരാകാശത്ത് എത്തിക്കേണ്ടിയിരുന്നത് PSLV-C 62 തകർന്നു വീണത്. 500 കിലോമീറ്റർ അകലെ വരെ ശത്രു പതിഞ്ഞിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വരെ കൃത്യമായി പകർത്താൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നു. അത്രയ്ക്ക് ശക്തമായ ക്യാമറ കണ്ണുള്ള ബഹിരാകാശ വാഹനമായിരുന്നു അന്വേഷ. പക്ഷെ ഈ ഉപഗ്രഹം ബഹിരാകാശത്ത് എത്തിയില്ല. ഇതോടെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വലിയൊരു സ്വപ്നമാണ് തകർന്നത്. അന്വേഷ ബഹിരാകാശത്ത് എത്തിക്കാതിരിക്കാൻ PSLV-യെ ആരെങ്കിലും തകർത്തതാണോ അതോ സ്വാഭാവികമായി അത് തകർന്നതാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ആ അട്ടിമറി നീക്കത്തിന് പിന്നിൽ തിരുവനന്തപുരത്തെ തുമ്പയിലെ VSSC-യിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നിവരെ അന്വേഷിക്കാനാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ വരെ മോദി കേരളത്തിലേക്ക് അയച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം അട്ടിമറി ഇല്ല എന്ന രീതിയിലാണ് റിപ്പോർട്ട് നൽകിയത് എന്നാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. എങ്കിലും കുറെ കൂടി ആഴത്തിൽ ശാസ്ത്രത്തിന്റെ പിൻഫലത്തോടെ ഇതേക്കുറിച്ച് പഠിക്കുകയാണ് പുതിയ അന്വേഷണ സമിതിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് പരാജയം പഠിക്കാൻ പുതിയ സമിതി രൂപീകരിച്ചത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. നേരത്തെ മുൻ ISRO ഡയറക്ടർ K ശിവന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയും അതോടൊപ്പം തന്നെ PSLV-C 62ന്റെ പരാജയം പഠിച്ചിരുന്നു. ISROയിൽ ഒരു ദൗത്യം പരാജയപ്പെട്ടാൽ സാധാരണ ആഭ്യന്തര തലത്തിലുള്ള അന്വേഷണവും പഠനവുമാണ് പതിവായി നടക്കാറ്. ഇസ്രോയ്ക്ക് പുറത്തു നിന്നൊരാളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമിതി ചരിത്രത്തിൽ ആദ്യമായാണ്. ഈ സമിതിയുടെ ആദ്യ യോഗം നടന്നതായും വാർത്തകളുണ്ട്. ജനുവരി 12 ഇന്ത്യയുടെ PSLV-C റോക്കറ്റ് പ്രതിരോധ വകുപ്പിന്റേതടക്കം അതീവ പ്രാധാന്യമുള്ള 16 ഉപഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. 4 ഘട്ടങ്ങളിലായി ബഹിരാകാശ പഥത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് PSLV-C സജ്ജീകരിച്ചിരുന്നത്. ഇതിൽ ആദ്യ 2 ഘട്ടങ്ങൾ കൃത്യമായി തന്നെ പ്രവർത്തിച്ചു. പക്ഷെ കൂടുതൽ കുതിപ്പ് നൽകേണ്ട ഖര ഇന്ധനം ഉപയോഗിക്കുന്ന 3ാം ഘട്ടം കൃത്യമായി പ്രവർത്തിക്കാതെ ഇരുന്നതിനെ തുടർന്നാണ് റോക്കറ്റ് ദിശ മാറിപ്പോവുകയായിരുന്നു. വാസ്തവത്തിൽ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത് 3ാം ഘട്ടമാണ്. കാരണം റോക്കറ്റിന്റെ വേഗത മണിക്കൂറിൽ 14,000 കിലോമീറ്ററിൽ നിന്നും മണിക്കൂറിൽ 28,000 കിലോമീറ്ററിലേക്ക് ഉയർത്തുന്ന ഘട്ടമാണിത്. 3ാം ഘട്ടത്തിലെ മോട്ടോറിലെ പ്രഷർ കുറഞ്ഞതാണ് പ്രശ്നത്തിന് കാരണമായത്. ഇതാണ് റോക്കറ്റിനെ അസ്ഥിരപ്പെടുത്തിയത്. ഇതാരെങ്കിലും കുറച്ചതാണോ, എന്തെങ്കിലും തരത്തിൽ മനഃപൂർവ്വം എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ വരുത്തിയതാണോ എന്നതാണ് അന്വേഷിക്കേണ്ടത്. PSLV-യുടെ വിക്ഷേപണം തകർന്നതോടെ ഇതിനൊപ്പം ഉണ്ടായിരുന്ന 16 ഉപകരണങ്ങളും നഷ്ടമായി. ISRO ചെയർമാൻ V നാരായണൻ ഈ പരാജയത്തിന്റെ പിന്നിൽ ക്രമക്കേട് ആരോപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ISROയുടെ ഫേസ് ലിയർ അനലറ്റിക്സ് കമ്മിറ്റി ചില കണ്ടെത്തലുകൾ നടത്തിയത്. മോട്ടോർ ചേംബറിൽ പ്രഷർ കുറഞ്ഞു പോയതാണ് പരാജയ കാരണമെന്നായിരുന്നു ഒടുവിൽ ഈ അന്വേഷണ സമിതി വിലയിരുത്തിയത്. പക്ഷേ ഈ അന്വേഷണ ഫലം ശരിയാണോ എന്ന കാര്യത്തിൽ സംശയം ഉയരുന്നുണ്ട്. 8 മാസങ്ങൾക്കുള്ളിൽ വിക്ഷേപിക്കപ്പെട്ട 2 PSLV റോക്കറ്റുകൾ പരാജയപ്പെടുക എന്നത് ISROയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായി ആണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് പിന്നിൽ അട്ടിമറിയായിരിക്കാം എന്ന സംശയം ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ 61ാം PSLV-C ദൗത്യവും പരാജയമായിരുന്നു. 2025 മെയ് മാസത്തിലായിരുന്നു ഈ വിക്ഷേപണം നടന്നത്. പ്രതിരോധ വകുപ്പിന്റെ നിർണായകമായ ഉപകരണങ്ങളും വഹിച്ചുകൊണ്ടാണ് PSLV-C 61 അന്ന് കുതിച്ചുയർന്നത്. ഇതിന്റെയും
P3 എന്ന മൂന്നാം ഘട്ടമാണ് പരാജയപ്പെട്ടത്. രണ്ട് വിക്ഷേപണ സമയത്തും മൂന്നാമത്തെ ഘട്ടത്തിൽ വന്ന് PSLV തകർന്നു പോകുന്നത് ഒരു അട്ടിമറി തന്നെയാണ്. കാരണം മൂന്നാമത്തെ ഘട്ടം വിജയകരമായാൽ ബാക്കി ISROയ്ക്ക് പിന്നെ ഭയക്കേണ്ട ഒരു കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി അത് ISRO എവിടെയാണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് എത്തുമായിരുന്നു. പക്ഷേ അവസാനത്തെ ഘട്ടത്തിൽ കൊണ്ട് പ്രധാന ഭാഗത്ത് ഈ PSLV തകർത്തത് ഏതെങ്കിലും ഒരു ചാരന്മാർ, ഇപ്പോൾ ചൈനയിലെ ഏതെങ്കിലും ചാരന്മാരോ അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ബന്ധമുള്ള ഏതെങ്കിലും ചാരന്മാരോ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് പ്രതിരോധ വകുപ്പിനെയും അതോടൊപ്പം തന്നെ ISROയെയും നരേന്ദ്രമോദിയും അടക്കം ഒരു സംശയത്തിൽ ഇങ്ങനെ നിർത്തുന്നത്.